വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ സുരഭി. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? കുറേ കാലം കൊണ്ട് മാറ്റിവെച്ചൊരു ട്രിപ്പായിരുന്നു ലിവർപൂളിലോട്ടുള്ളത്. എൻ്റെ കുറച്ച് തിങ്സ് അവിടെയുണ്ട്, അതെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പോകുന്നത് ട്രെയിനിലാണ്. ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റം പൊതുവേ കുറച്ച് അൺസർട്ടൈൻ ആണ്. എപ്പോഴാണ് ക്യാൻസലേഷൻ വരിക അല്ലെങ്കിൽ ഡിലേ വരിക എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പുറപ്പെട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടെ ഫസ്റ്റ് വന്നപ്പം ഞാൻ മാഞ്ചസ്റ്ററിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ലിവർപൂളിലോട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോണ ദൂരം വാ നമുക്ക് ഡെയിലി ട്രാവൽ ചെയ്യാം, അടിപൊളിയെന്ന്. പക്ഷെ ഒരു തരത്തിലും നടപടിയായില്ല. ഫുൾ ടൈം ട്രെയിൻ ക്യാൻസലേഷൻ. 9 മണിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തണമെങ്കിൽ 5:30 എണീറ്റ് പോയൊരു സമയമുണ്ടായിരുന്നു. അന്ന് മനസ്സിലാക്കി ഈ പരിപാടി നടപടിയാവില്ല, അതുകൊണ്ട് നമുക്ക് ലിവർപൂളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ലിവർപൂളിലോട്ട് പോകുന്നത്. ലിവർപൂളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഇറ്റ് ടുഗെദർ ദിസ് ടൈം. അങ്ങനെ 4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വി റീച്ച് ലിവർപൂൾ ലൈം സ്ട്രീറ്റ്. ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. ഒരു വീട്ടിലോട്ട് തിരിച്ചു വരുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. ഈ സിറ്റിയിൽ നിന്ന് ഞാൻ പോകുന്ന സമയത്ത് വളരെ അൺസർട്ടൈൻ ആയ ഒരു ജോബായിരുന്നു ഉണ്ടായിരുന്നത്. ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് വെൻ ഐ എം ബാക്ക് ഐ ഫീൽ സോ പ്രൗഡ്, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഈ സിറ്റിക്ക് വല്ലാത്തൊരു മാജിക് ഉണ്ട്. ഇറ്റ് അട്രാക്ട്സ് യു ബാക്ക് ആൻഡ് ബാക്ക് ആൻഡ് ബാക്ക്. ഈ കാണുന്നതാണ് കേട്ടോ ലിവർപൂൾ സിറ്റി സെൻറ്റർ, റൈറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. എൻ്റെ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിൽ മേളിലായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു പ്ലേസാണ്. എൻ്റെ അസൈൻമെൻറ്റ്സ്, ഡെഡ് ലൈൻസ്, പാർട്ട് ടൈം ജോബിൻ്റെ സ്ട്രെസ്സ്, അതിനെക്കാട്ടിലൊക്കെ ഉപരി എൻ്റെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഞങ്ങളൊക്കെ ഗ്യാദർ ചെയ്യുന്നൊരു പ്ലേസായിരുന്നു എൻ്റെ വീട്. ഒരുപാട് കുക്ക് ചെയ്യുക, സംസാരിക്കുക, ലേറ്റ് നൈറ്റ് ചാറ്റ്സ്, ഭയങ്കര മെമ്മറീസ് ഹോൾഡ് ചെയ്യുന്ന പ്ലേസാണ്. ഇത്തവണ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അവരാരുമില്ല. എവ്രി വൺ മൂവ് ടു അനദർ സിറ്റി. സോ ഐ മിസ് ദം ഹിയർ. ബട്ട് ദിസ് പ്ലേസ് ഇസ് ജസ്റ്റ് ഹെവൻ. പിന്നെ ലണ്ടനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കൾച്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യു ക്യാൻ സീ ഓത്തൻറ്റിക് ഒരു ബ്രിട്ടീഷ് കൾച്ചർ ഇവിടെ കാണാൻ പറ്റൂ കേട്ടോ. ലിവർപൂൾ എത്തി. ലണ്ടനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല തണുപ്പുണ്ട് ഇവിടെ. ആൻഡ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. പാതിരാത്രി ആയ പോലെ ഉണ്ടെങ്കിലും സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇറ്റ്സ് എ വെരി സ്മോൾ റൂം. ഒരു സ്റ്റുഡിയോ പോലെയാണ്. The bathroom is also nice. ആൻഡ് ഐ മസ്റ്റ് സേ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസമാണെന്നറിയോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ വല്ലാത്തൊരു സുഖമുള്ളൊരു വ്യൂ ആണത്. കാണുന്നില്ല ക്ലിയർ ആയിട്ട്, ബട്ട് ഇവിടുത്തെ എൻറ്റയർ ഡോക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടൈറ്റാനിക് കപ്പൽ പോയത് ഈ ലിവർപൂൾ ഡോക്കിൽ നിന്നാണെന്നുള്ള എത്ര പേർക്കറിയാം? യെസ്, ടൈറ്റാനിക് അതിൻ്റെ ഫസ്റ്റ് യാത്രയ്ക്ക് വേണ്ടി ഡിപ്പാർട്ടായത് ഈ ലിവർപൂൾ ഡോക്കിൽ നിന്നാണ് കേട്ടോ. ഇപ്പോഴും അതിൻ്റെ മെമ്മറീസും മ്യൂസിയംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് പോകുന്നത് ഒരു ബൊഫേ ഡിന്നർ കഴിക്കാനാണ്. കുറച്ച് എളുപ്പത്തിൽ പോയിരുന്നാലാണ് ഡിന്നർ നമുക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടാവുമേ. ബോണേഷൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. ലിവർപൂൾ സിറ്റി സെൻറ്ററിൽ തന്നെയാട്ടോ ഉള്ളത്. ഇഫ് യു ആർ ട്രാവലിംഗ് ടു ലിവർപൂൾ ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ പ്ലേസ്. ഈ സ്ഥലത്ത് ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് പ്ലേസ് ഈസ് ജസ്റ്റ് വാവ്. ഇതായിരുന്നു ഫസ്റ്റ് പ്ലേറ്റ് വാസ് സാലഡ്സ് ആൻഡ് പിക്കിൾസ്. പിന്നെ ഞാൻ അടുത്ത പ്ലേറ്റിൽ ചൂസ് ചെയ്തത് സൈഡ് ഡിഷസ് ആയിരുന്നു. ഞാൻ മെയിൻ കോഴ്സ് ആയിട്ടുള്ള റൈസോ നൂഡിൽസോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. കൊടുത്ത കാശിന് അവിടെയുള്ള എല്ലാ ഐറ്റവും ട്രൈ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു വാശിയായിരുന്നു. അതുകൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി കഴിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
ആൻഡ് ദിസ് പ്ലേസ് ഇവിടെ 21 പൗണ്ടാണ് ഈ ബൊഫേൻ്റെ കോസ്റ്റ് വരുന്നത്. അതായത് നാട്ടിലത്തെ ഏകദേശം 2300 രൂപയോളം. കൊടുക്കുന്നതിൽ ഒട്ടും സങ്കടം വേണ്ട. ആൻഡ് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ഏഷ്യൻ ആൻഡ് ബ്രിട്ടീഷ് ക്യുസിൻ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വെൽക്കം ടു ദിസ് പ്ലേസ്. ഇതെൻ്റെ 3rd പ്ലേറ്റ് ആണ്. ഇതിൽ മാക്സിമം ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. യോർക്ക്ഷയർ പുഡിംഗ്, ക്രാബ് ലോലിപോപ്പ്, ചിക്കൻ, അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ദിസ് ഈസ് മൈ 4th പ്ലേറ്റ്. അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. ഇവിടെ പീച്ച് വൈനിൽ ഡിപ്പ് ചെയ്തതുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഫ്രം ഹിയർ. ഞാൻ അത് വേറെ എവിടെയും കഴിച്ചിട്ടില്ല. പിന്നെ നടന്നുകൊണ്ടിരിക്കണതേ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ വയറിന് ഗ്യാപ്പ് കിട്ടാനാട്ടോ. ദിസ് ഈസ് മൈ ഫൈനൽ ഡെസേർട്ട് പ്ലേറ്റ്. കേക്കും പിന്നെ കുറച്ച് ആപ്പിൾ പുഡിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ. സ്ട്രോബെറിയിലോ മാഷ്മെല്ലിലോ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. സ്ട്രോബെറിയിൽ കഴിച്ചു നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് ഇന്നത്തെ സ്ട്രോബെറി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഐ ചോസ് മാഷ്മെല്ലോ ദിസ് ടൈം. ആൾക്ക് കഴിച്ചിട്ട് വയറിൽ ടയർ വന്നു എന്നാട്ടോ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. വയറ് നിറച്ചും ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ദർ ഈസ് ലോട്ട് മോർ ടു ഷോ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ. ആഫ്റ്റർ ദ ഡിന്നർ വി ആർ ഗോയിങ് ബാക്ക് ടു ദ റൂം. അപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.